ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെ, ഈശോയുടെ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചാലോ? നമ്മൾ ഈ ഒരാഴ്ചക്കാലം ഈശോ കൂടെ കൊണ്ട് നടക്കുമല്ലായിരുന്നു. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞാലോ? എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് എണീറ്റ് നിന്നേ. എന്നിട്ട് എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ടീച്ചറിൻ്റെ കൂടെ ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോയെ, ഞങ്ങളുടെ സ്നേഹനാഥ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ഈശോയെ, അങ്ങേ കുഞ്ഞു മക്കളായ ഞങ്ങളുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളെ ഓരോ നിമിഷവും കാത്തു പരിപാലിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. കുഞ്ഞുമക്കളെ, നമ്മൾ ഈശോയോടൊക്കെ പ്രാർത്ഥിച്ചു അല്ലേ? ഇനി ടീച്ചർ എന്നാ പുതിയ കാര്യം പറഞ്ഞു തരുന്നതെന്നറിയാൻ നിങ്ങളെല്ലാവരും കാത്തിരിക്കുവല്ലേ? അപ്പോൾ നമ്മളിന്ന് പുതിയൊരു പാഠം പഠിക്കാൻ പോവാം. നമ്മൾ പഠിക്കാൻ പോകുന്ന എത്രാമത്തെ പാഠമാണെന്ന് അറിയാവോ? 14ാമത്തെ പാഠം. നമ്മുടെ പാഠത്തിൻ്റെ പേരറിയാവോ? ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജനം. എന്താ പാഠത്തിൻ്റെ പേര്? ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജനം. അപ്പോൾ പുതിയ പാഠം പഠിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ആഴ്ച ടീച്ചർ പറഞ്ഞു തന്നൊക്കെ ഓർമ്മിക്കുന്നുണ്ടോ എല്ലാവരും? ഉണ്ടല്ലേ? എന്നാൽ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ. ഈശോ തൻ്റെ ശിഷ്യന്മാരെ ദൂരെ വചനമൊക്കെ പ്രഘോഷിക്കാൻ വേണ്ടി അയച്ചായിരുന്നു. ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? മിടുക്കൻ ക്രിസ് അവിടെ ചാടി എണീറ്റ് ഉത്തരം പറയാൻ. എന്താ ക്രിസ് ഉത്തരം? ശിഷ്യന്മാരല്ലേ? എത്ര ശിഷ്യന്മാർ? 12 ശിഷ്യന്മാർ അല്ലേ? 12 ശിഷ്യന്മാർ. ക്രിസ് പറഞ്ഞ ഉത്തരം ശരിയാണോ? ശരിയാ. എന്നാൽ എല്ലാവരും ക്രിസ്സിനൊരു കയ്യടി കൊടുത്തോ? അപ്പോൾ ഈശോയ്ക്ക് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈ 12 ശിഷ്യന്മാരും പെട്ടെന്നൊരു ദിവസം സുവിശേഷം പ്രഘോഷിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണോ ചെയ്തേ? അല്ലല്ലേ? ആണോ? അല്ല. അവര് എപ്പോഴാണ് പ്രസംഗിക്കാൻ പോയത് സുവിശേഷം? പന്തക്കുസ്ത ദിവസം പരിശുദ്ധാത്മാവിനെയൊക്കെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാർ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത് അല്ലേ? അങ്ങനെ ഇറങ്ങിത്തിരിച്ചപ്പോൾ അവർ സുവിശേഷമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. അങ്ങനെ പോയപ്പോൾ ഒരു സ്ലീഹ നമുക്കും വന്നു അല്ലേ? നമ്മുടെ കൊച്ചു ഭാരതത്തിലേക്കും ഒരു സ്ലീഹ വന്നായിരുന്നു. ആരായിരുന്നു? തോമസ് സ്ലീഹ അല്ലേ? തോമസ് സ്ലീഹയാണ് നമ്മുടെ കൊച്ചു ഭാരതത്തിലേക്ക് വന്നത്. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയ ശിഷ്യന്മാരെന്ത് ചെയ്തു? ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു അല്ലേ? ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അങ്ങനെ അവർ ഓരോ സ്ഥലത്തേക്ക് പോയി ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച സമയത്ത് അവരുടെ പ്രസംഗം കേൾക്കാൻ കുറേ ആളുകൾ അവരുടെ കൂടെ ഒത്തുചേർന്നു അല്ലേ? ഇവരെന്താണ് പറയുന്നതെന്നറിയാൻ വേണ്ടി അവരുടെ കൂടെ നിന്നു. എന്നിട്ടോ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കേട്ടു. അങ്ങനെ ശ്രദ്ധിച്ചു കേട്ടപ്പോൾ ആരെക്കുറിച്ചാണ് സ്ലീഹന്മാർ പറയുന്നത്? ഈശോയെക്കുറിച്ചായിരുന്നു അല്ലേ? അങ്ങനെ ഈശോയെക്കുറിച്ച് സ്ലീഹന്മാർ പറഞ്ഞ കാര്യമൊക്കെ കേട്ട് ഈശോയെ സ്നേഹിച്ച് ഈശോയെ വിശ്വസിച്ച് അവരെന്ത് ചെയ്തു? ഈശോയിലുള്ള തങ്ങളുടെ വിശ്വാസം ഏറ്റുപറഞ്ഞു. അങ്ങനെ ഈശോയെ ഏറ്റുപറഞ്ഞ് ഓരോരോ കൊച്ചു കൂട്ടായ്മകൾ രൂപപ്പെട്ടു. അങ്ങനെ കൊച്ചു സമൂഹങ്ങൾ രൂപപ്പെട്ടു. ഇതാണ് ആദിമ ക്രൈസ്തവ സമൂഹം. ആരായിരുന്നു ഈ കൂട്ടായ്മ? ആദിമ ക്രൈസ്തവ സമൂഹം. ഇങ്ങനെ ഉണ്ടായിരുന്ന ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ പഠിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹം ആരാണ്? ആദിമ ക്രൈസ്തവ സമൂഹം എങ്ങനെയുണ്ടായിരുന്നു? പിന്നെയോ ഇവർക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത ദാനങ്ങളെക്കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ഈ കൊച്ചു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച പാഠങ്ങളിലൊക്കെ ആദ്യ മാതാപിതാക്കളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട് ഇല്ലേ? ആദ്യ മാതാപിതാക്കളെക്കുറിച്ച് നമ്മൾ എവിടുന്നാണ് വായിച്ചറിഞ്ഞത്? മിടുക്കര്, വിശുദ്ധ ബൈബിളിൽ നിന്ന് അല്ലേ? വിശുദ്ധ ബൈബിളിൽ നിന്നാണ് നമ്മൾ ആദ്യ മാതാപിതാക്കളെക്കുറിച്ചും ഈശോയെക്കുറിച്ചൊക്കെ വായിച്ചറിഞ്ഞത്.
അതുപോലെ ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചും എവിടെ പറയുന്നുണ്ട്? ബൈബിളിൽ പറയുന്നുണ്ട്. അത് എവിടെയാണെന്നറിയാവോ? ഏത് പുസ്തകമാണെന്നറിയോ കുഞ്ഞുമക്കൾക്ക്? ഇല്ലല്ലേ? ടീച്ചർ പറഞ്ഞുതരാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്താ അവരെക്കുറിച്ച് പറയുന്നതെന്നൊന്ന് കേട്ടാലോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നൊന്ന് വായിച്ച് കേട്ടാലോ? കേൾക്കാം അല്ലേ? എല്ലാവരും തയ്യാറല്ലേ? അതെ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 37 മുതലുള്ള തിരുവചനങ്ങളിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചർ വായിച്ചു തരാം. കുഞ്ഞുമക്കൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിനെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതിയുളവായി. അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമായി തീരുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അപ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് വചനത്തിൽ വായിച്ചു കേട്ടത്? ആദിമ ക്രൈസ്തവ സമൂഹം എങ്ങനെയുള്ളവരായിരുന്നു എന്നാണ് കേട്ടത്. എങ്ങനെയായിരുന്നു? അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ഈശോയെ വിശ്വസിച്ച് ഏറ്റുപറയുകയും ചെയ്തിരുന്നു. എന്നിട്ടോ അവർ ധീരതയോടെ എന്ത് ചെയ്തു? സുവിശേഷം പ്രസംഗിച്ചു. ഇങ്ങനെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവർക്ക് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് വിവിധ വരങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? അവരെ നിറച്ചു. എന്നാലല്ലേ അവർക്ക് ധീരതയോടെ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് വിവിധ വരങ്ങൾ കൊണ്ട് അവരെ നിറച്ചു. പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വരങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഏതൊക്കെയായിരുന്നു? മിടുക്കര്, പ്രവചനവരോ വ്യാഖ്യാനവരോ ഒക്കെ അല്ലേ? ഓർമ്മിക്കുന്നുണ്ട്. നല്ല കുഞ്ഞുങ്ങളാട്ടോ. അപ്പോൾ എന്ത് ചെയ്തു? ഈ വരങ്ങളൊക്കെ നിറഞ്ഞ് അവരെന്ത് ചെയ്തു? ധീരതയോടെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവർക്ക് എന്ത് കൊടുക്കും? പരിശുദ്ധാത്മാവ് വരങ്ങളും ദാനങ്ങളും ഒക്കെ എന്ത് ചെയ്യും? കൊടുക്കും. നമ്മളും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ലേ? നമ്മളിലേക്കും പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലേ? ഉണ്ട് അല്ലേ? ഏത് കൂദാശയിലൂടെയാ? മാമോദീസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും. അപ്പം നമ്മളിലേക്ക് വന്ന പരിശുദ്ധാത്മാവ് നമുക്ക് സമ്മാനമൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന സമ്മാനങ്ങൾ എന്താണെന്ന് അറിയാവോ? പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന സമ്മാനങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. അപ്പോൾ ആ ദാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ആത്മശക്തി, ഭക്തി, ദൈവഭയം. ഇങ്ങനെ 7 ദാനങ്ങളാണ് ആര് തരുന്നത്? പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? എന്തിനാണ് ഈ ദാനങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്? പരിശുദ്ധാത്മാവ് ഈ ദാനങ്ങൾ നമുക്ക് തരുന്നത് നമ്മൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. എന്തിനൊക്കെ വേണ്ടിയാണെന്ന് വെച്ചാൽ നമ്മൾ വിശുദ്ധിയിൽ വളരാൻ അല്ലേ? ഈശോയുടെ നല്ല മക്കളായി നമ്മൾ വിശുദ്ധിയിൽ വളരാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഈ ദാനങ്ങൾ നൽകുന്നത്. രണ്ടാമതോ സുവിശേഷ മാർഗത്തിൽ
ചരിക്കുവാൻ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഈശോയുടെ പാതയെ നമ്മൾ പോകാൻ വേണ്ടി, ഈശോയുടെ പാത പിന്തുടരാൻ വേണ്ടി, സുവിശേഷത്തിൻ്റെ മാർഗത്തിൽ ചലിക്കാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് നൽകുന്നത്? പരിശുദ്ധാത്മാവീ ദാനങ്ങളൊക്കെ നൽകുന്നത്. പിന്നെയോ ഈശോയുടെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് എന്ത് തരുന്നത്? നമുക്ക് ദാനങ്ങൾ നൽകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് തന്ന ഈ ദാനങ്ങളെല്ലാം സ്വീകരിക്കണം. എന്നിട്ടോ ആ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളൊക്കെ സ്വീകരിച്ച് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരാൻ വേണ്ടി നമുക്ക് സാധിക്കും. അങ്ങനെ വളരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ സ്ലീഹന്മാരെ പോലെയും ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ആളുകളെ പോലെയും ധീരതയോടെ യേശുവിന് വേണ്ടി സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് സാധിക്കണം. ഈ രക്തസാക്ഷികളെ പോലെയൊക്കെ ധീരതയോടെ യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതം കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈശോയുടെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരും. അതിനു വേണ്ടിയാണ് എന്ത് തരുന്നത്? പരിശുദ്ധാത്മാവ് ഈ ദാനങ്ങളൊക്കെ നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ദാനങ്ങളൊക്കെ സ്വീകരിച്ച് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരണം. അപ്പോൾ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു കടങ്കഥ ചോദിക്കട്ടെ ടീച്ചർ മക്കളോട്? കടങ്കഥ ചോദിക്കാൻ പോവാം. അപ്പോൾ ചാടി ഉത്തരം പറയണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഉത്തരം ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കണം. കടങ്കഥ ഇതാണ്: ആഴിയിലുണ്ട് ഊഴിയിലില്ല, ദിനത്തിലുണ്ട് വനത്തിലില്ല, മരത്തിലുണ്ട് വരത്തിലില്ല, സഞ്ചിയിലുണ്ട് വഞ്ചിയിലില്ല, ഭയത്തിലുണ്ട് കയത്തിലില്ല. എന്താ ഉത്തരം? കിട്ടിയോ? എന്താ ഉത്തരം? നിങ്ങൾ സ്ക്രീനിൽ നോക്കിയായിരുന്നോ? ആദ്യത്തെ അക്ഷരങ്ങളോട് നോക്കിക്കേ. അപ്പം നമുക്ക് ഉത്തരം കിട്ടും. ഏതാ? മിടുക്കര് ആദിമ സഭ. ആദിമ സഭയെക്കുറിച്ചാണ് കടങ്കഥ അല്ലേ? ഇനി എൻ്റെ കുഞ്ഞുമക്കൾക്ക് എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ ചോദിക്കട്ടെ ടീച്ചർ. എൻ്റെ കുഞ്ഞുമക്കൾക്ക് പാഠമൊക്കെ മനസ്സിലായെന്ന് അറിയണ്ടേ? അപ്പം എന്താ ചോദ്യം? ആദിമ സഭയെക്കുറിച്ച് വിവരിക്കുന്ന പുസ്തകം ഏത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ. അപ്പസ്തോല പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ആരെക്കുറിച്ച് കേട്ടത്? ആദിമ സമൂഹത്തെക്കുറിച്ച് വായിച്ചു കേട്ടത്. അവരെങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അവരെങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചാണ് രണ്ടാമത്തെ ചോദ്യം. എന്താ? ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? അവരൊരുമയോടെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈശോയോട് സ്തുതിച്ച് ഏക മനസ്സോടെ കഴിഞ്ഞു. പിന്നെയോ അവർ അപ്പസ്തോലന്മാരുടെ പ്രാർത്ഥനയിലും അപ്പം മുറിക്കലിലും കൂട്ടായ്മയിലും ഒക്കെ എന്ത് ചേർന്നു? പങ്കുചേർന്നിരുന്നു. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? അവർ ധീരതയോടെ ഈശോയുടെ സുവിശേഷം പ്രസംഗിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ആദിമ ക്രൈസ്തവ സമൂഹം എങ്ങനെയുള്ളവരായിരുന്നു എന്നതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെയോ നമുക്കൊരു വചനം പഠിക്കണം. നമുക്ക് പഠിക്കേണ്ട വചനം ഏതാ? അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യം. എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എങ്ങനെയാണ് ശക്തി പ്രാപിക്കുന്നത്? എങ്ങനെയാണ് ശക്തി പ്രാപിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് മനസ്സിലാക്കേണ്ടേ എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ശക്തി ലഭിക്കുന്നതെന്ന് ഈ കൊച്ചു പാട്ടൊന്ന് കേട്ട് നോക്കിക്കേ. ഇനി നമുക്കൊരു പാട്ട് പാടിയാലോ? സുവിശേഷത്തിൻ സാക്ഷികളാകാൻ ഈശോ നമ്മെ വിളിക്കുന്നു. ആത്മാവിൻ തിരുദാനം നൽകി ഈശോ നമ്മെ നയിക്കുന്നു. സുവിശേഷത്തിൻ സാക്ഷികളാകാൻ ഈശോ നമ്മെ വിളിക്കുന്നു. ആത്മാവിൻ തിരുദാനം നൽകി ഈശോ നമ്മെ നയിക്കുന്നു. ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ഭക്തി, ദൈവഭയം, ആത്മശക്തിയുമേകി നിത്യം റൂഹ നമ്മെ നയിക്കുന്നു. ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ഭക്തി, ദൈവഭയം,
ആത്മശക്തിയുമേകി നിത്യം റൂഹ നമ്മെ നയിക്കുന്നു. സുവിശേഷത്തിൻ സാക്ഷികളാകാൻ ഈശോ നമ്മെ വിളിക്കുന്നു. ആത്മാവിൻ തിരുദാനം നൽകി ഈശോ നമ്മെ നയിക്കുന്നു. സുവിശേഷത്തിൻ സാക്ഷികളാകാൻ ഈശോ നമ്മെ വിളിക്കുന്നു. ആത്മാവിൻ തിരുദാനം നൽകി ഈശോ നമ്മെ നയിക്കുന്നു. പാട്ട് കേട്ടോ? എന്തിനെ കുറിച്ചാണ് പാട്ട് പറഞ്ഞത്? നമ്മൾ ഈശോയുടെ മക്കളാ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവ് തരുന്നേ? നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സമ്മാനങ്ങൾ നൽകും. എന്തൊക്കെയായിരുന്നു സമ്മാനങ്ങൾ? എന്തൊക്കെയായിരുന്നു സമ്മാനങ്ങൾ? പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന സമ്മാനങ്ങൾ. അപ്പോൾ ഈ ദാനങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരാൻ പറ്റും. എങ്ങനെ? വിശുദ്ധരായി വളരാൻ പറ്റും. പിന്നെയോ സുവിശേഷ മാർഗത്തിൽ ചരിക്കാൻ പറ്റും. പിന്നെയോ ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പാട്ടിൽ ഈശോയുടെ ദാനങ്ങൾ ഏതാന്നൊക്കെ കണ്ടു. അപ്പോൾ ആ ദാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം അല്ലേ? അപ്പോൾ നമുക്ക് മനഃപ്പാഠമാക്കാനുള്ള കാര്യം എന്താ? ഈശോയുടെ ദാനങ്ങൾ എത്ര, അതേതൊക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനഃപ്പാഠമാക്കേണ്ട വചനം. അപ്പോൾ എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിൽ വരുന്ന പാട് ടീച്ചർക്ക് പറഞ്ഞു തരണം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഏതൊക്കെയാണെന്ന്. അതെന്തിനാണെന്ന് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. എന്തിനാണ് ഈ ദാനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നതെന്ന് അല്ലേ? അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് നമുക്ക് ദാനങ്ങൾ നൽകും. എന്തിനു വേണ്ടിയാണ് ദാനങ്ങൾ നൽകുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയുടെ നല്ല കുഞ്ഞുങ്ങളായി നമ്മൾ ഒരു തീരുമാനം എടുക്കണം. എന്താ നമ്മൾ എടുക്കേണ്ട തീരുമാനം? പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കാൻ ഞാൻ നിത്യവും പ്രാർത്ഥിക്കും. നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാലല്ലേ നമുക്ക് ദാനം കിട്ടുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ലഭിക്കാൻ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അത് നമ്മുടെ ഒന്നാമത്തെ തീരുമാനം. പിന്നെ എന്തെടുക്കണം? ഈ ദാനങ്ങളൊക്കെ നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവിന് ഞാൻ എപ്പോഴും നന്ദി പറയും. ഈ ദാനങ്ങളൊക്കെ എനിക്ക് തരുന്ന പരിശുദ്ധാത്മാ നന്ദി പറയണ്ടേ? അങ്ങനെയല്ലേ നല്ല കുഞ്ഞുങ്ങൾ? നമുക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നാൽ നമ്മൾ നന്ദി പറയില്ലേ? അതുപോലെ പരിശുദ്ധാത്മാവ് നമുക്ക് ദാനങ്ങൾ നൽകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന് നന്ദി പറയണം. ഇനി അടുത്ത എന്താ? അത് ഏറ്റവും പ്രധാനപ്പെട്ടത്, പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ദാനങ്ങൾ സ്വീകരിച്ച് ഞാൻ നല്ല കുഞ്ഞായിട്ട് വളരും. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സ്വീകരിച്ച് വിശുദ്ധിയിൽ വളരും. ഇതായിരിക്കണം നമ്മുടെ മൂന്നാമത്തെ തീരുമാനം. അപ്പോൾ തീരുമാനമൊക്കെ എടുത്ത് നല്ല കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വളർന്നു വരണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈശോയോട് പ്രാർത്ഥിക്കണം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും എണീറ്റ് നിന്നേ. ഈശോയെ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഓരോ നിമിഷവും ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നല്ല പരിശുദ്ധാത്മാവിനെ ഒരു നിമിഷവും നഷ്ടപ്പെടുത്താതെ അങ്ങേ പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിച്ച് ഈശോയെ അങ്ങയുടെ നല്ല കുഞ്ഞുങ്ങളായി വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, ഒരു നിമിഷവും ഞങ്ങളിൽ നിന്ന് അകന്നു പോകരുതേ. അങ്ങയുടെ ദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഓരോ നിമിഷവും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ വഴി നടത്തണമേ. നല്ല കുഞ്ഞുങ്ങളായി വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. അപ്പോൾ ടീച്ചറിൻ്റെ കുഞ്ഞുമക്കളൊക്കെ നല്ല കുഞ്ഞുങ്ങളായിരിക്കണം കേട്ടോ. കുരുത്തക്കേടൊന്നും കാണിക്കരുത്, മിടുക്കരായിരിക്കണം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.